മിനിസ്റ്റർ, വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണോ നിലവിൽ കാര്യങ്ങൾ? ഇപ്പൊ കിട്ടിയിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ഷിപ്പിൽ നിന്നൊരു കണ്ടെയ്നർ കടലിലേക്ക് വീണത്. അത് MSCയുടെ എൽസ എന്ന് പറയുന്ന ഷിപ്പിൽ നിന്നാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോ അതിന്റെ കണ്ടെയ്നറിനകത്തുള്ളത് എന്തെന്നോ അതിന്റെ അപകടത്തിന്റെ ആഴം എത്രയെന്നുള്ളതെല്ലാം അങ്ങോട്ട് പോയിരിക്കുന്ന കോസ്റ്റൽ ഗാർഡ് പോയിട്ടുണ്ട്, നാവികസേന പോയിട്ടുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോയിട്ടുണ്ട്, മറ്റു സെക്യൂരിറ്റി സംവിധാനം പോയിട്ടുണ്ട്. അങ്ങനെ സുരക്ഷാ മാർഗം സ്വീകരിക്കേണ്ട എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർ ഈ കാര്യത്തിൽ ആദ്യം ജീവനക്കാരെ രക്ഷപ്പെടുത്തലും തുടർന്ന് മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണോ അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ഏതായിരുന്നാലും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികളും മറ്റ് യാത്രാക്കപ്പലുകളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ മറ്റു കാര്യങ്ങളെല്ലാം പരിശോധനയ്ക്ക് ശേഷം കിട്ടുന്ന വിവരങ്ങളെ ആസ്പദമാക്കി ഞങ്ങൾ അറിയിക്കാം. മിനിസ്റ്റർ, ഇതിലെ ഒരു മലിനീകരണ ഭീഷണി എങ്ങനെയാണ്? അതെ, അതും പരിശോധിച്ചിട്ട് നമുക്ക് എന്താ ഈ മലിനീകരണം, എന്താണ് ഈ കണ്ടെയ്നർ ഉള്ളതെന്നും അത് വെളിയിൽ വന്നോ എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ലേ നമുക്ക് മലിനീകരണത്തിന്റെ വിഷയത്തിലേക്ക് കിടക്കാൻ പറ്റും. മനസ്സിലായി. ഈ ജീവനക്കാരെ മുഴുവൻ രക്ഷപ്പെടുത്തിയോ? അല്ല, അത് ആദ്യം കുറെ പേരെ രക്ഷപ്പെടുത്തിയ വിവരം കിട്ടി, ബാക്കിയുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞ ശേഷം റിപ്പോർട്ട് പറയാം. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ.